ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാന്തിശി വിരാജത്തെ തസ്യൈദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ശ്രീമദ്ഭാഗവതം ഭഗവാന്റെ വാങ്മയ സ്വരൂപം തന്നെയാണ്. തേനേയം വാങ്മയീ മൂർത്തി. ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ശ്രീമദ്ഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതത്തിൽ കൃഷ്ണാവതാരത്തെക്കുറിച്ച് പറയുന്നു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സകല അവതാരങ്ങളെടുത്ത അവതാരിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന്. ശ്രീമദ്ഭാഗവതത്തിൽ സകല അവതാരങ്ങളെയും വർണ്ണിച്ചു കഴിഞ്ഞ് കൃഷ്ണാവതാരത്തെ കൂടി ചുരുക്കി വർണ്ണിച്ച് വീണ്ടും കൃഷ്ണാവതാരം ദശമസ്കന്ധത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് വർണ്ണിക്കാനായിട്ട് ഭാവിക്കുന്നു. അത്രയും പ്രാധാന്യമുണ്ട് കൃഷ്ണാവതാരത്തിന് എന്നർത്ഥം. സൂര്യസോമവംശങ്ങളെ വർണ്ണിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കേണ് പറയുന്നു, സൂര്യസോമവംശങ്ങളെ ഗുരുനാഥ അവിടുന്ന് വിസ്തരിച്ച് വർണ്ണിച്ചു. ആ വംശങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ, ആ കഥകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നത് ഇത് കഴിഞ്ഞാൽ കൃഷ്ണകഥകളെ വിസ്തരിച്ച് വർണ്ണിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അവിടെ എത്തിയപ്പോൾ ചുരുക്കി പറഞ്ഞത് ഒട്ടും ശരിയായില്ല, വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ. മുനിസത്തമ ബലരാമസ്വാമികളോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്ത ദിവ്യലീലകളെ വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ. ആരാണ് മുനിസത്തമൻ? മനനം ചെയ്യുന്നവനെയാണ്, മനനശീലമുള്ളവരെയാണ് മുനിമാരെന്ന് പറയുന്നത്. അവരിൽ വെച്ച് ഈശ്വരഭക്തന്മാർ മുനിസത്തുക്കളാണ്. ശ്രീകൃഷ്ണ രതിയുള്ളവർ മുനിസത്തരന്മാർ. ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമപ്രേമ വിശേഷമുള്ള ഭക്തന്മാർ, മഹാന്മാർ മുനിസത്തമന്മാർ. 3 ദിവസമായിട്ട് യാതൊരു ക്ഷീണവും വിശപ്പും ദാഹവുമില്ലാതെ പരമകൃപയോടു കൂടിയിട്ട് ഭഗവത് കഥ തനിക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ശുകബ്രഹ്മഋഷിയെ സംബോധന ചെയ്തുകൊണ്ട് ആ പരമഭക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുനിസത്തമ എന്ന് സംബോധന ഉപയോഗിച്ചിരിക്കുന്നത്. വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ കൃഷ്ണകഥകൾ. ആർക്കാണ് ഭഗവാന്റെ കഥ ഇഷ്ടമില്ല എന്ന് വരാം? നിവൃത്തതരുഷൈ ഉപഗീയമാനാൽ. അങ്ങേപോലുള്ള ഗുരുനാഥന്മാരും ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകഥകളാണല്ലോ. ഒന്നുമായിട്ടും ബന്ധമില്ലാതെ, അവധൂതാഗ്രഗണ്യനായിട്ട് നൂല് ബന്ധമില്ലാതെ വാസനകളാകുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അഴിഞ്ഞുപോയ ഗുരുനാഥ, അങ്ങും പാടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകഥകളാണല്ലോ. ഇനി സാധാരണക്കാരെ എന്തെങ്കിലും ഒരിക്കൽ ഭഗവത് കഥാമൃതത്തിൻ്റെ മുൻപിൽ എത്തിച്ചേർന്നുവെങ്കിൽ ഭവ ഔഷധാൽ ശ്രോത്രമനോഭിരാമാൽ. എല്ലാ ഭവദുഃഖങ്ങൾക്കും ഔഷധമായിട്ടുള്ള കൃഷ്ണകഥാമൃതം. പശുഘ്നന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ദയയുടെ ഒരു കണിക പോലുമില്ലാത്ത പശുഘ്നന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. എൻ്റെ പിതൃക്കളെ എന്തിനും ഏതിനും ഭഗവാനെ ആശ്രയിച്ചവരായിരുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചവരായിരുന്നു. അവർക്ക് കൗരവ സൈന്യ സാഗരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിഞ്ഞത്, അഥവാ സംസാര സാഗരത്തെ തന്നെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇനിയിപ്പോൾ പൂർവ്വന്മാരുടെ കാരണവന്മാരുടെ കാര്യം മാത്രമല്ല, എനിക്കും ഒരു ജന്മം കിട്ടിയത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ. ദ്രൗണ്യസ്ത്ര വിപൃഷ്ടമിതം മദംഗം. ദ്രൗണിയുടെ അഥവാ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കരിക്കട്ടയായ എനിക്കൊരു ജന്മം നൽകിയത് ഭഗവാനല്ലേ? അന്ന് അമ്മ
ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം വശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശാ ശതസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഞാൻ മരിച്ചോട്ടെ, എന്നാലും എൻ്റെ ഉദരത്തിലെ ശിശു, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ അമ്മയെ ഭഗവാൻ കാരുണ്യകടാക്ഷം പൊഴിച്ചുകൊണ്ട് കാരുണ്യവാരിധിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കുണ്ടായി. എന്നെയും അമ്മയുടെ ഗർഭത്തിൽ വന്ന് രക്ഷിച്ച ആ മഹാപ്രഭുവിൻ്റെ കഥ വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ. ഇതിപ്പോൾ ഏതോ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും കാര്യമല്ല, നമ്മുടെയും കാര്യമെടുക്കുകയാണെങ്കിൽ നമ്മുടെ കാരണവന്മാരും എന്തിനും ഏതിനും ഭഗവാനെ ഉപാസിച്ചവരാണ്. നാമസപ്താഹങ്ങളിലൂടെയും ഭാഗവത സപ്താഹങ്ങളിലൂടെയും ഒക്കെ ഗുരുവായൂരപ്പനെ ഉപാസിച്ചതായ പൂർവ്വരായിട്ടുള്ള ആചാര്യന്മാരാണ് നമ്മുടെയും പിതൃക്കൾ. അവരും സംസാര സാഗരത്തെ തരണം ചെയ്തത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. നമുക്കും ഇന്നൊരു ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്കുണ്ടെങ്കിൽ ഈ ഭാഗവത സ്വരൂപനായ ഭഗവാനെ വാരിയെടുത്തു എന്നുള്ളതാണ് നമ്മുടെയും പ്രത്യേകത. നമുക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പം നമുക്കും വളരെ പ്രാധാന്യമുണ്ട് ഈ ഭഗവത് കഥകളുടെ കാര്യത്തിൽ. അപ്പോൾ ആനുകാലികമായിട്ടും വളരെ പ്രസക്തമായതാണ് ഭഗവത് കഥകൾ വിസ്തരിച്ച് കേൾക്കണം എന്നുള്ള പ്രാർത്ഥന. 4 ദിവസമായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. പ്രായോപവേശ വ്രതം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭാഗവതക ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ, വിസ്തരിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ചുരുക്കി പറഞ്ഞാൽ പോരെ എന്നാണെങ്കിൽ നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദാപിബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. വിഷ്പിൻ്റെയും ദാഹത്തിൻ്റെയും ശക്തി എത്രയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിഷ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ 4 ദിവസം മുമ്പ് പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നു, 4 ദിവസം മുമ്പ് ചത്തവാമനെ മഹർഷീശ്വരൻ്റെ കഴുത്തിലിടാൻ കാരണം അതാണല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് വിശപ്പ് അറിയുന്നില്ല, ദാഹം അറിയുന്നില്ല. ഗുരുനാഥൻ്റെ മുഖാരവിന്ദത്തിലൂടെ ഒഴുകി വരുന്ന ഭാഗവതാമൃതം പാനം ചെയ്യുന്ന സമയത്ത് വിശപ്പ് അറിയുന്നില്ല, ദാഹം അറിയുന്നില്ല, ഒരു ശാരീരികമായ ക്ലേശങ്ങളും അനുഭവപ്പെടുന്നില്ല. നിർത്താതെ ജീവിതാന്ത്യം വരെ ഭഗവത് കഥകൾ പാരായണം ചെയ്യാൻ, ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ, വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നന്നായി 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 എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഭഗവത് കഥകൾ പറയാനായിട്ട് ആരംഭിക്കുന്നു. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വൈയാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാതം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ശൗനകാദി മഹർഷിമാരോട് പറയുന്നു സ്വതപൗരാണികൻ, ഇങ്ങനെ പരീക്ഷിത്തിൻ്റെ സാധുവായിട്ടുള്ള പരീക്ഷിത്തിൻ്റെ ചോദ്യത്തെ കേട്ടിട്ട് ഭാഗവത പ്രധാനായ ഇപ്രകാരം സാധുവായ പരീക്ഷിത്തിൻ്റെ ചോദ്യത്തെ കേട്ടിട്ട് ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ഷഡ്ഗുണപരിപൂർണനായിട്ടുള്ള ആ ശുകബ്രഹ്മർഷി, ആ പരമാചാര്യൻ വിഷ്ണുരാതനെ പ്രതിപൂജിച്ചിട്ട് അഥവാ പരീക്ഷിത്തിനെ പൂജിച്ചിട്ട് കലിദോഷത്തെ നശിപ്പിക്കുന്ന കൃഷ്ണചരിതത്തെ പറയാനായിട്ട് ആരംഭിച്ചു. ഭഗവന്തം പ്രത്യർച്ച്യ, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭാഗവത കൃഷ്ണകഥകൾ പറയാനായിട്ട് ആരംഭിച്ചു. ഉത്തമ ശ്രോതാവായിട്ടുള്ള പരീക്ഷിത്തിനെ പ്രത്യർച്ച്യ കൃഷ്ണചരിതം വ്യാഹർത്തുമാരഭത. ഭാഗവതം പ്രത്യർച്ച്യ കൃഷ്ണചരിതം പ്രത്യർച്ച്യ വ്യാഹർത്തുമാരഭത. ഭഗവാനെയും ഭക്തനെയും ഭാഗവതത്തെയും ഒക്കെ മാറി മാറി നമസ്കരിച്ചുകൊണ്ട് ഭഗവാനും ഭക്തനും ഭാഗവതവും ഒന്നാണ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് പറയാനായിട്ട് ആരംഭിച്ചു. നന്നായി നന്നായി നന്നായി. കൃഷ്ണകഥകൾ കേൾക്കണമെന്ന് തോന്നിയില്ലേ? നന്നായി. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തര പുണ്യം ഉണ്ടാവുമ്പോഴാണ് ഭഗവത് കഥകൾ കേൾക്കണമെന്ന് തോന്നുക.
ഇത് കേൾക്കുന്നവനെയും പറയുന്നവനെയും കേൾക്കാനും പറയാനും സഹായിക്കുന്നവനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നു. ഈ കൃഷ്ണകഥകൾ ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഇത് പറയുന്നവനെ ശുദ്ധീകരിക്കുന്നു, യാതൊരു സംശയമില്ല. ഇത് പറയുന്ന സമയത്ത് ഓരോ തവണയും ശ്രോതാക്കൾക്ക് പാകത്തിന് വാക്കുകളായിട്ട് അവതരിപ്പിക്കുമ്പോൾ വക്താവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ ദിവ്യ സ്വരൂപം അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വക്താവിനെ ശുദ്ധീകരിക്കുന്നു. കേൾക്കാൻ തയ്യാറാവുമ്പോഴോ ശ്രോത്രാഞ്ജലി ഉപസ്പൃശ്യ ധുനുതേ കർമ്മവാസനം. ഭാഗവതത്തിന് മുമ്പിൽ വെറുതെ ഇരുന്നാൽ തന്നെ, വെറുതെ ഇരിക്കാറാവാൻ തന്നെ പുണ്യം ചെയ്യണം. ചെവി കൂർപ്പിച്ച് വയ്ക്കാറാവണമെങ്കിൽ അതിലും പുണ്യം ചെയ്യണം. ചെവി കൂർപ്പിച്ച് വെച്ച് ശ്രോത്രാഞ്ജലി ഉപസ്പൃശ്യ ധുനുതേ കർമ്മവാസനം വേണ്ട രീതിയിൽ ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ഭാഗവത സ്വരൂപനായ ഭഗവാൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എല്ലാ കർമ്മവാസനകളെയും നശിപ്പിക്കുന്നു. ഭാഗവതം ചെവി കൊണ്ട് കേൾക്കുക, മനസ്സുകൊണ്ട് കേൾക്കുക, ബുദ്ധി കൊണ്ട് കേൾക്കുക എന്നും പോരാന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം, ഭാഗവതത്തിൻ്റെ അഭിപ്രായം. ഹൃദാശൃണ്വൻ ഹരേ കഥ. ഹൃദയം കൊണ്ട് കേട്ട് ഹൃദയഗ്രന്ഥിയെ തകർക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഹൃദയം കൊണ്ട് കേൾക്കാവുന്നത്. ആ രീതിയിൽ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രോതാവിനെ ശുദ്ധീകരിക്കുന്നു. പിന്നെ പറയാനും കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന സമയത്ത് അവരുടെയും കർമ്മപ്രാരബ്ധങ്ങളൊക്കെ വിട്ടുപോകാൻ ഇടയാവുന്നു ക്രമേണ. എല്ലാ രീതിയിലുള്ള ജനങ്ങളെയും ഭഗവത് കഥ ശുദ്ധീകരിക്കുന്നുണ്ട് എന്ന് പ്രശംസിച്ചുകൊണ്ട് കഥ പറയാനായിട്ട് ആരംഭിക്കുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനമായി കഴിയുമ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോൾ ദുഷ്ടരാജാക്കന്മാരെ കൊണ്ട് ഭൂമിക്ക് ഭാരം സഹിക്കാൻ കഴിയാതെ ഭൂമിദേവി ഗോരൂപം സ്വീകരിച്ച് ബ്രഹ്മാദി ദേവന്മാരെയും കൂട്ടി മഹാദേവനെയൊക്കെ കൂട്ടി തീരം ക്ഷീരവയോനിധേ പലാഴി തീരത്ത് പോയിട്ട് 4 വേദങ്ങളിലും ഭഗവാന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന പുരുഷസൂക്തം കൊണ്ട് പുരുഷം പുരുഷസൂക്തേന പുരുഷോത്തമനായ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ വാങ്മയസ്വരൂപനായിട്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ അവതരിക്കാൻ പോവുകയാണ്, ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് അവതരിക്കാൻ പോകുന്നു. ഗോകുലത്തിൽ ആർക്കൊക്കെയാണോ മധുരയിൽ അവതരിച്ച് ഗോകുലത്തിലും മധുരയിലും ദ്വാരകയിലും ഒക്കെ ദിവ്യമായ ലീലകൾ ആടാനായിട്ട് പോകുന്നു. ആർക്കൊക്കെയാണോ എൻ്റെ കൂടെ ആടിപ്പാടാനായിട്ട് ആഗ്രഹമുള്ളത് അവരൊക്കെ ദേവന്മാരെല്ലാവരും അവരുടെ അംശം ഭൂമിയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ബ്രഹ്മാവ് ദേവന്മാരെ അറിയിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം സമർപ്പിക്കുക എങ്കിൽ ഗർഗഭാഗവതത്തിലാണ് ത്രിമൂർത്തികളും ദേവന്മാരും ഭൂമിദേവിയും ഒക്കെ കൂടി ഗോലോകം ശരണംഗതവും ഗോലോകത്തിലേക്ക് പോയി എന്നും ഗോലോകനാഥനായിട്ടുള്ള ഭഗവാൻ അവതരിക്കാൻ പോകുന്ന രംഗം വർണ്ണിക്കുന്നത്. മണിമണ്ഡപത്തിൽ രാധാസമേതനായിട്ട് ഉപനിഷത് സുന്ദരിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ദേവന്മാരും ഭൂമിദേവിയും ഒക്കെ കണ്ടു എന്നും ഓരോ ദേവന്മാരെന്നും ഓരോ ദിവ്യ ജ്യോതിസ് ഉയർന്ന് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിക്കുന്നുണ്ട്. സകല അവതാരങ്ങളെടുത്ത അവതാരിയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് എല്ലാവർക്കും ബോധ്യം വന്നു. ഇനി ഞാൻ ഭൂമിയിൽ വന്ന് അവതരിക്കാൻ പോകുന്നു. ഇവിടെയുള്ള ഗോലോകത്തിലുള്ള ഗോക്കളും ഗോപന്മാരും പശുക്കളും യമുനാ പുളിനങ്ങളും യമുനാദേവിയും ഗോവർദ്ധനവും വൃന്ദാവനവും ഒക്കെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചു. എല്ലാവരും അവരുടെ അംശത്തെ ലോകത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. സജ്ജനങ്ങൾ കൃഷ്ണാവതാരത്തിന് ഉത്സാഹഭരിതരായിട്ട് അവരുടെ അംശം ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഒപ്പം തന്നെ ദുഷ്ടന്മാരുടെ മുഴുവൻ നേതാവായിട്ട് കംസൻ കരാള ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരയെ തലസ്ഥാനമാക്കിക്കൊണ്ട് അച്ഛനെ പോലും ജയിലിൽ അടച്ചുകൊണ്ടുള്ള കരാള ഭരണം. കംസന്റെ സഹോദരി തുല്യയായിട്ടുള്ള ദേവകീതയുടെ വിവാഹരംഗം മധുരയിൽ നിത്യം സന്നിഹിതോ ഹരി ശ്രീഹരിയുടെ നിത്യസാന്നിധ്യമുള്ള മധുരാപട്ടണത്തിൽ വെച്ച്
വിവാഹമൊക്കെ കഴിഞ്ഞ് വധൂവരന്മാരെ വിവിധ പാരിപര്യങ്ങളോട് കൂടിയിട്ട് വരനായ വസുദേവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘോഷയാത്ര. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിവാഹരംഗമായതുകൊണ്ട് എല്ലാവരുടെയും ഒരു സമ്മതം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട്, ജനസമ്മതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് തേര് തെളിക്കാനായിട്ട് പുറപ്പെട്ടു കംസൻ. സഹോദരിയുടെ തേര് തെളിക്കാനായിട്ട് പുറപ്പെട്ടു. ഇത് കണ്ട് ജനങ്ങളൊക്കെ കംസന് ജയ് വിളിക്കാൻ തുടങ്ങി. എന്താണ് ചക്രവർത്തിയായിട്ടുള്ള കംസൻ ഇപ്പതാ ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരിക്കുകയാണ്, കംസൻ ജയിക്കട്ടെ ജയിക്കട്ടെ എന്നൊക്കെ ജയ് വിളിക്കാൻ തുടങ്ങിയെങ്കിൽ ആ യാത്ര കുറച്ചു ദൂരെ പോയുള്ളൂ. പെട്ടെന്ന് ഇടിവെട്ട് പോലെയുള്ള ഒരു അശരീരി കേട്ടു. എടാ ബുദ്ധിയില്ലാത്തവനെ, നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണെന്ന്. അന്തകന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കംസന്റെ സഹോദരി സ്നേഹമൊക്കെ എവിടെയോ പോയി. ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നാക്കം നോക്കുമ്പോഴാണ് ദേവകീ ദേവിയുടെ മുല്ലമുട്ടുകളെ കൊണ്ടൊക്കെ അലങ്കൃതമായിട്ടുള്ള കാർക്കൂന്തൽ കണ്ട് പിടിച്ചു വലിച്ച് മുമ്പിലേക്ക് ഇട്ടു. വെട്ടാനായിട്ട് വാളോങ്ങുന്നു. രണ്ടും കൽപ്പിച്ച് വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ. വസുദേവര് സാന്ത്വനിപ്പിക്കാനായിട്ട് തുടങ്ങി. നല്ല വാക്ക് പറഞ്ഞു നോക്കുകയാണ്. ഇങ്ങനെ നടുറോട്ടിലിട്ട് അങ്ങയെ സഹോദരിയെ വെട്ടിക്കൊടുന്നാൽ അങ്ങയുടെ യശസ്സിന് കളങ്കമാണല്ലോ, അരുതരുത്. അങ്ങ് വീരനാണല്ലോ, മരണം എല്ലാവർക്കും ഉണ്ട്. ഇന്നല്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാൽ മരണമുണ്ട്. മരണത്തെക്കുറിച്ച് കേട്ട് ഭയപ്പെടരുത് വീരന്മാർ. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്. പഞ്ചീകരണത്തിലൂടെ പഞ്ചഭൂതങ്ങൾ യോജിക്കുമ്പോൾ ജനനമുണ്ടാവുന്നു. ക്രമേണ അത് പഞ്ചത്വം പ്രാപിക്കുമ്പോൾ അതിന് മരണം എന്ന് പറയുന്നു. ജനനം എന്താണ്, മരണം എന്താണെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. പക്ഷെ കംസന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. ഈ ദേവകി കൊല്ലുന്നല്ലോ പറഞ്ഞത്, ദേവകിയുടെ 8ാമത്തെ ഗർഭമല്ലേ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങക്ക് ഏതൊക്കെ കുഞ്ഞുങ്ങളെയാണോ ഭയമുള്ളത് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിക്കാം, അങ്ങേക്ക് സമർപ്പിക്കാമെന്ന് വാക്കുകൊടുത്തു വസുദേവര്. അത് കേട്ടപ്പോൾ തൽക്കാലം പിടിവിട്ട് കംസൻ പോകുന്നു. ഈ വസുദേവർക്കൊരു പേരുണ്ട്, ആനകദുന്ദുഭി എന്ന്. ഇദ്ദേഹത്തിൻ്റെ ജന്മസമയത്ത് ആനകദുന്ദുഭി തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങൾ, ദേവവാദ്യങ്ങൾ മുഴങ്ങി ഇദ്ദേഹം സത്യസന്ധനാണെന്ന് പ്രകീർത്തിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ വസുദേവരിലെ വിശ്വാസമുള്ള കംസൻ പിടിവിട്ടുപോയി. ആരോ എങ്ങനെയോ ആ ദമ്പതിമാരെ പിന്നെ അവൻ്റെ ഗൃഹത്തിലേക്ക് എത്തിക്കുന്നു. ഭഗവാനെ ഹൃദയത്തിൽ വാരിയെടുത്തുകൊണ്ട് ഭജിച്ചുകൊണ്ടാണ് പിന്നെ അവരുടെ ജീവിതം. ക്രമേണ ദേവകീദേവി ഗർഭിണിയായി, ഗർഭം പൂർണ്ണമായി പ്രസവിച്ച് കീർത്തിമാന്ന് പേരിട്ട ഉണ്ണിയെ സ്തന്യപാനം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുദേവര് വാങ്ങുന്നു ആ ഉണ്ണിയെ. കംസനെ കൊല്ലാൻ കൊടുക്കാനാണ്. ആ പിഞ്ചു കുഞ്ഞിനെയും ആർത്ത് ചേർത്ത് മധുരയിലേക്ക്, കംസന്റെ അടുത്തേക്ക്. കാണുന്നവർ കണ്ണുനീർ വാർത്തു. ഈ ദുഷ്ടന്മാർക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത്? സജ്ജനങ്ങളും അങ്ങനെയാണ്. വാക്കുപാലിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഉണ്ണിയെ കൊല്ലാൻ കൊണ്ടുപോയി കൊടുക്കാൻ പോകുകയാണ്. കംസന്റെ അടുത്ത് കൊണ്ടുപോയി പിഞ്ചുപാലനെ വെച്ചു. കംസന്റെ മനസ്സ് പോലും ഒന്ന് ആർദ്രമായി. പ്രതിയാതു കുമാരോയം തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, 8ാമനെ കൊടന്നാൽ മതി എന്ന് പറഞ്ഞു. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ വസുദേവര്. ആ ഉണ്ണിയും കൊണ്ട് തിരിച്ചു പോരുമ്പോഴേക്കും നാരദ മഹർഷി അവിടെ എത്തി. എന്തൊക്കെയോ ചില പ്രയോഗങ്ങളുണ്ടായി കംസന്റെ അടുത്ത്. അങ്ങിങ്ങനെ അന്തകനെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കംസൻ ദൂതനെ അയക്കുന്നു, ഉണ്ണിയെ കൊണ്ടുവരാനായിട്ട് കൽപ്പന കൊടുക്കുന്നു. കൊണ്ടുവരുന്നു, പാറയിലടിച്ച് ഉണ്ണിയെ വധിക്കുന്നു. ഇങ്ങനെ ജാതമഹൻ പുത്രം ഉണ്ടായ 6 ഉണ്ണികളെ കംസൻ അടിച്ചു കൊല്ലുന്നുണ്ട്. ദേവകീവസുദേവന്മാർക്കുണ്ടായ 6 ഉണ്ണികളെയും കംസൻ അടിച്ചു കൊല്ലുന്നു. എന്താ നാരദ മഹർഷി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഏഷ്ണിക്കാരനാണോ? അല്ല. നാരം ദദാതീതി നാരദ, മോക്ഷം കൊടുക്കാൻ കഴിവുള്ള ആളെയാണ് നാരദ എന്ന് പറയാം. പിന്നെന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ അവതാരം വേഗമാവാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തികൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്തന്മാർ ഉള്ളു ചുട്ട് കരയുമ്പോഴാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുക.
അതിനുള്ള എല്ലാ രംഗസജ്ജീകരണവും ചെയ്തു നാരദ മഹർഷി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പബുദ്ധികളായിട്ടുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ഏഷ്ണിക്കാരനാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. മോക്ഷം കൊടുക്കാൻ കഴിവുള്ള ആളാണ് നാരദ മഹർഷി. ഭഗവത് ഭക്തന്മാരിലെ അഗ്രഗണ്യനായിട്ടുള്ള നാരദ മഹർഷി ഭഗവത് ഭക്തിലഹരിയിൽ നാമസങ്കീർത്തനവും ചെയ്തുകൊണ്ട് ലോകരെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാത്മാവാണ്. അങ്ങനെ എന്തായാലും നാരദ മഹർഷിയുടെ വാക്കനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചുകൊണ്ടാണ് കംസൻ 6 ഉണ്ണികളെ അടിച്ചു കൊന്നത്.